ഇനി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. ഖുർആനും ശാസ്ത്രവും എന്ന വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പരിശുദ്ധ ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല. ഞാൻ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞപ്പോ 3 കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചു. പരിശുദ്ധ ഖുർആൻ എന്താണ്? ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥമാണ് നമ്മൾ അവിടെ പറഞ്ഞില്ല. എന്തായിരുന്നു പറഞ്ഞ 3 കാര്യം? ഒന്ന്, പടച്ചവനിൽ നിന്നുള്ള വേദഗ്രന്ഥമാണ്. രണ്ടാമത്തേത്, അത് മനുഷ്യർക്കുള്ള മാർഗദർശക വെളിപാടാണ്. മൂന്നാമത്തേത്, അത് അന്തിമ പ്രവാചകനുള്ള മാനുഷിക ദൃഷ്ടാന്തമാണ്. ഇത് 3 നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ ശാസ്ത്ര ഗ്രന്ഥമാണോ? അല്ല. ചരിത്ര ഗ്രന്ഥമാണോ? അല്ല. ഖുർആൻ എന്നാൽ പിന്നെ എന്താണ് ഖുർആൻ? ഖുർആൻ ഈ പറഞ്ഞ 3 അതല്ലാതെ മറ്റൊന്നുമല്ല ഖുർആൻ. എന്നാൽ സൃഷ്ടാവായ തമ്പുരാനിൽ നിന്നുള്ള വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. സൃഷ്ടാവായ തമ്പുരാനിൽ നിന്നുള്ള വേദഗ്രന്ഥമായതുകൊണ്ട് തന്നെ അതിൽ മനുഷ്യരുടെ കരവിരുതുകൾ നടന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അതിൽ അബദ്ധങ്ങൾ ഉണ്ടായിക്കൂടാ. ആ ഖുർആൻ പ്രകൃതിയെക്കുറിച്ച് ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. ഖുർആന്റെ സവിശേഷത ഏതാണ്? പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ച് നിരവധി പരാമർശങ്ങൾ ഖുർആനിൽ കാണാൻ കഴിയും. ആകാശഗോളങ്ങളെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, ഭൂമിയെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, സൂര്യചന്ദ്ര നക്ഷത്രാദികളെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, രാപ്പകലുകളുടെ മാറി മാറിയുള്ള ആഗമനത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, ഭൂമിയിലെ പ്രതിഭാസങ്ങളെക്കുറിച്ച് ഖുർആനിൽ പരാമർശങ്ങളുണ്ട്. ആ കാറ്റിനെക്കുറിച്ച്, മഴയെക്കുറിച്ച്, അതേപോലെ സമുദ്രത്തെക്കുറിച്ചെല്ലാമുള്ള പരാമർശങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. സസ്യലതാദികളെക്കുറിച്ച്, ജന്തുജീവജാലങ്ങളെക്കുറിച്ച്, മനുഷ്യരെക്കുറിച്ച്, മനുഷ്യന്റെ ഭ്രൂണപരിണാമത്തെക്കുറിച്ചെല്ലാമുള്ള പരാമർശങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പൊ ഈ പരാമർശങ്ങൾ പരിശുദ്ധ ഖുർആൻ നടത്തുമ്പോൾ ആ പരാമർശങ്ങൾക്ക് ചില സവിശേഷതകളുണ്ട്. ഇതേ നമ്മൾ പറയുന്നുള്ളൂ. അതല്ലാതെ ഖുർആൻ ഒരു ശാസ്ത്രഗ്രന്ഥമാണെന്നോ ഖുർആനിൽ എല്ലാ ശാസ്ത്രവും ഉണ്ടെന്നോ പരിശുദ്ധ ഖുർആനില് ഇല്ലാത്തൊരു ശാസ്ത്രവും ലോകത്തില്ല എന്നോ ഒന്നുമുള്ള അഭിപ്രായം ആരും പറയുന്നില്ല. അങ്ങനെ ഒരു അഭിപ്രായം ആർക്കുമില്ല താനും. എന്നാൽ ഖുർആനിലെ പ്രകൃതി പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിൽ ചില സവിശേഷതകളുണ്ട്. ആ സവിശേഷതകളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ സവിശേഷത, അതിൽ തീരെ അബദ്ധങ്ങളില്ല എന്നത്. തീർച്ചയായും 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തിൽ, അത് നിരക്ഷരനായ ഒരു മനുഷ്യന്റെ നാവിലൂടെ ലോകം കേട്ട ഒരു പുസ്തകത്തിൽ, നിരക്ഷരനാണ് മുഹമ്മദ് നബി, നമുക്ക് സംശയമില്ല, ചരിത്രകാരന്മാർക്ക് സംശയമില്ല. അത്തരമൊരു പുസ്തകത്തിൽ പ്രപഞ്ച പ്രതിഭാസങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിൽ അബദ്ധമുണ്ടായേ തീരൂ, യാതൊരു സംശയവും വേണ്ട. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ അറിവ് അത്രയും പരിമിതമാണ്. അതുകൊണ്ടാണത്. എത്ര വലിയ ബുദ്ധിജീവിയാണെങ്കിലും അന്ന് എഴുതി വെച്ചതിൽ അബദ്ധമുണ്ടായേ പറ്റുള്ളൂ. എന്തിനാ അന്നൊക്കെ പോണേ? നമ്മൾ ആധുനിക ശാസ്ത്രത്തിന്റെ പിതാക്കന്മാരിൽ ഒരാളായിട്ട് പറയുന്ന ആളാണല്ലോ ന്യൂട്ടൺ. ന്യൂട്ടന്റെ പ്രിൻസിപ്പിയ എന്ന പുസ്തകം, അല്ലെ, പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകം, നാച്ചുറലാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകത്തിന്റെ പൂർണ്ണ പേര്. ഏതായിരുന്നാൽ ആ പുസ്തകമാണ് ആധുനിക ഭൗതികത്തിന്റെ അടിത്തറയുണ്ടാക്കിയ പുസ്തകം നമുക്കറിയാം. പക്ഷേ ഇന്ന് നമ്മൾ ആ പുസ്തകം മറച്ചു വെക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് അബദ്ധം നമുക്ക് കാണാൻ കഴിയും. എന്താ കാരണം? ഒരു നൂറ്റാണ്ട് അല്ലെങ്കിൽ ഏതാനും പതിറ്റാണ്ടുകൾ കഴിയുമ്പോഴേക്ക് നമ്മുടെ അറിവ് വികസിക്കുന്നു. അപ്പൊ നമുക്ക് പുതിയ അറിവുകൾ ലഭിക്കുന്നു. ആ അറിവുകൾക്കനുസരിച്ച് പഴയ അറിവുകൾ തെറ്റാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. ഇത് സ്വാഭാവികമാണ്. എന്നാൽ ഒരിക്കലും അറിവ് വികസിക്കേണ്ടതില്ലാത്ത അസ്തിത്വം സ്രഷ്ടാവായ തമ്പുരാൻ, അവനിൽ നിന്നുള്ളൊരു ഗ്രന്ഥത്തിൽ അബദ്ധം ഉണ്ടായിക്കൂടാ. ഖുർആന്റെ സവിശേഷത ഏതാണ്? ഒരൊറ്റ അബദ്ധം ഖുർആനിലില്ല. ഉദാഹരണമായി കൊടുത്തിട്ടുള്ള സൂര്യചന്ദ്രന്മാരെ കുറിച്ചുള്ള പരാമർശങ്ങൾ, ഒരൊറ്റ അബദ്ധം. ഞാൻ വളരെ വളരെ വെല്ലുവിളിയുടെ സ്വരത്തിൽ തന്നെയാണ് ഞാനിത് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ ഒരു അബദ്ധം ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞാൽ ഖുർആൻ ദൈവികമല്ല എന്ന് അംഗീകരിക്കുവാൻ നമ്മൾ സന്നദ്ധമാണ്. എന്നാൽ അത് ചൂണ്ടിക്കാണിക്കുവാൻ ഒരാൾക്കും കഴിയില്ല എന്നുള്ളതാണ് ഖുർആന്റെ സവിശേഷത. പരിശുദ്ധ ഖുർആനില് അതിന് സൂര്യചന്ദ്രന്മാരെ കുറിച്ചുള്ള പരാമർശങ്ങൾ, ഉദാഹരണത്തിന് ഖുർആനിലെ 71-ാമത്തെ അധ്യായം സൂറത്തുൻ നൂഹിലെ 16-ാമത്തെ വചനം ഖുർആൻ പറയാണ്, വജഅലൽ ഖമറ ഫീഹിന്ന നൂറൻ വജഅല ശംസ സിറാജ, വജഅലൽ ഖമറ ഫീഹിന്ന നൂറൻ വജഅല ശംസ സിറാജ. എന്താ പറയുന്നത്? സൂര്യനെ അവിടെ ഒരു സിറാജാക്കി വെച്ചു, ചന്ദ്രനെ ഒരു നൂറുമാക്കി വെച്ചു എന്നാണ്. നിങ്ങൾ അറബി പഠിക്കുന്ന ആളുകളാണ് കുറച്ചാളുകളെങ്കിൽ. സിറാജി എന്ന പദം ചെറിയ ക്ലാസ്സുകളിൽ അറബി പഠിച്ചിട്ടുള്ള ആളുകൾക്ക് തന്നെ അറിയാം എന്തിനാ ഉപയോഗിക്കുക. വിളക്കിനാണ് ഉപയോഗിക്കുക. നൂർ എന്ന് പറഞ്ഞാലോ എല്ലാവർക്കും ഒരേ പ്രകാശത്തിനാണ്, അല്ലെ? ഇത് എന്താണ്? സിറാജാണ്. ഇവിടെ നമ്മൾ കാണുന്നത് നൂറാണ്, അല്ലെ? പ്രകാശം എന്ന് പറയുമ്പോൾ പ്രകാശം അനുഭവവേദ്യമാകുന്നത് എപ്പോഴാണ്? അത് പ്രതിഫലിപ്പിക്കപ്പെടുമ്പോഴാണ്. പ്രകാശത്തിന്റെ സ്രോതസ്സാണ് സിറാജ്.
പരിശുദ്ധ ഖുർആനിൽ സൂര്യനെ കുറിച്ച് ഒരുപാട് പരാമർശങ്ങളുണ്ട്, ചന്ദ്രനെ കുറിച്ചും ഒരുപാട് പരാമർശങ്ങളുണ്ട്. ഒരു സ്ഥലത്ത് പോലും ചന്ദ്രനെ കുറിച്ച് സിറാജ് എന്ന് പറഞ്ഞിട്ടില്ല. ചന്ദ്രനെ കുറിച്ച് പറഞ്ഞു തന്നിടത്തെല്ലാം എന്താ പറയുന്നത്? നൂർ എന്നോ അല്ലെങ്കിൽ മുനീർ എന്നോ ആണ്. സൂര്യനെ കുറിച്ച് പറയുമ്പോൾ അവിടെ സിറാജ് എന്നും റിയാഇ എന്നുമെല്ലാമാണ് സൂര്യനെ കുറിച്ച് പറയുന്നത്. രണ്ടും പ്രകാശത്തിന്റെ സ്രോതസ്സിനെ കുറിക്കുന്നതാണ്. പ്രകാശത്തിന്റെ സ്രോതസ്സിനാണ് സിറാജ് എന്ന് പറയാ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ അറേബ്യൻ സമൂഹത്തിൽ ജീവിച്ച ഒരാൾ, അദ്ദേഹത്തിന് എത്ര സർഗവാസനയുണ്ടെങ്കിലും അദ്ദേഹം പറയുമ്പോ എന്തിനോടാണ് ചന്ദ്രനെ ഉപമിക്കുക? ചന്ദ്രനെ ഉപമിക്കാൻ സാധ്യത കൂടുതൽ വിളക്കിനോടാണ്. എന്താ കാരണം? വിളക്ക് എപ്പോൾ മനുഷ്യന് ആവശ്യമുണ്ടോ അപ്പോൾ കടന്നു വരുന്ന, വിളക്കിന് പകരം കടന്നു വരുന്നയാളാണ് ചന്ദ്രൻ. പകൽ സമയത്ത് നമ്മളാരും വിളക്ക് ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ വിളക്കിന് പകരമായി കടന്നു വരുന്ന സാധനമാണ് ചന്ദ്രൻ. അതുകൊണ്ട് തന്നെ കേവലമായ സർഗവാസനയുടെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമായിരുന്നു ഖുർആനെങ്കിൽ അതിൽ ചന്ദ്രനെയാണ് വിളക്കിനോട് ഉപമിക്കേണ്ടത്, അല്ലാതെ സൂര്യനെയല്ല. എന്നാൽ പരിശുദ്ധ ഖുർആൻ സൂര്യനെ കുറിച്ച് മാത്രമേ വിളക്ക് എന്ന് പറയുന്നുള്ളൂ, പ്രകാശത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നുള്ളൂ. ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ഇന്ന് നിങ്ങൾക്കറിയാം, പ്രകാശത്തിന്റെ സ്രോതസ് സൂര്യനാണ്. ചന്ദ്രനോ പ്രകാശം പ്രതിഫലിപ്പിക്കുക മാത്രമാണ്. ചന്ദ്രൻ നൂറ് മാത്രമാണ്. എന്നാൽ സൂര്യനാണ് സിറാജി എന്ന് ഇന്ന് നമുക്കറിയാം. തീരെ അബദ്ധമില്ല എന്നുള്ളതാണ് ഇവിടെ സവിശേഷത. ഒരൊറ്റ അബദ്ധമെങ്കിലും പരിശുദ്ധ ഖുർആനിൽ എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരാൾക്കും